ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി നാളെയാണ് ഓണം എന്ന് വിചാരിച്ചായിരുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് ഓഫാണ്. അപ്പം ഓണത്തിൻ്റെ എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇപ്രാവശ്യം എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് സദ്യ ഉണ്ടാക്കണം, നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ പുറത്തൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പൂക്കളിടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാനതിനൊക്കെ മെൻ്റലി ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. ബിക്കോസ് ഇന്ന് 2 മണി, ഇവിടെ വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് മെസ്സേജ് തുടങ്ങി ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഓർക്കുന്നത്, ദൈവമേ ഇന്നാണല്ലോ തിരുവോണം എന്നുള്ളത്. സോ എൻ്റെ പ്ലാനിങ് അനുസരിച്ച് ഒന്നും ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊരു ഹാഫ് മൈൻഡ് ഉണ്ട്, സദ്യ ഉണ്ടാക്കണം, പൂക്കളിടണം എന്നൊക്കെ. എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനി ഒന്ന് കുളിച്ച് സെറ്റായിട്ട് വേണം തിരുവോണത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിലേക്കും കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ UK-ലെ ഈ പ്രാവശ്യത്തെ എൻ്റെ ഓണമാണ്. ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു കുഞ്ഞു ഓണം ഞാനും എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ 3 പേരും കൂടെയാണ് ആഘോഷിക്കാൻ വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ഞാൻ എല്ലാ കമൻറ്റും നോക്കാറുണ്ട്. കാരണം എനിക്ക് കമൻറ്റ് നോക്കാൻ ഇഷ്ടമാണ്. അധികം കമൻറ്റ്സ് ഒന്നും വരാറില്ല, പക്ഷേ എന്നാലും വരുന്ന കമൻറ്റ്സ് എല്ലാം ഞാൻ കാണാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോയി റെഡിയായിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. സദ്യ ഉണ്ടാക്കണോ, സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ. ഇനിയിപ്പോൾ സദ്യ ഉണ്ടാക്കണമെങ്കിൽ തന്നെ എനിക്കിപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കുറച്ചുകൂടി വാങ്ങിക്കാനുണ്ട്. ബിക്കോസ് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം സദ്യ ഉണ്ടാക്കാനായിട്ട്. അപ്പം ആദ്യം ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ എൻ്റെ ബുദ്ധി ഒന്ന് തെളിയും എന്ത് ചെയ്യണമെന്നതിനെപ്പറ്റി. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഓണത്തിനുള്ള സദ്യക്കുള്ള കുറച്ച് സാധനങ്ങളില്ലായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു സദ്യ ഉണ്ടാക്കണമെന്ന്. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകണം. ഇവിടെ അടുത്തൊരു ശ്രീലങ്കൻ ഷോപ്പാണ്, അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വരാൻ വിചാരിക്കുന്നു. കുറച്ച് ഐറ്റംസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുള്ളൂ. അതിനുള്ള പച്ചക്കറികളാണ് ഇല്ലാതെ വന്നത്. അപ്പോൾ നമുക്ക് അത് മേടിച്ചുകൊണ്ട് വരാമേ. ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് തമ്പുരാനറിയാം. എന്തൊക്കെയോ ഉണ്ട് പച്ചക്കറികൾ. ഇത് കൂടി വേണ്ടേ? ഇത് വേണം. തെക്കൻസിൻ്റെ വേണം. തെക്കൻസ് 2.9 വേണം. 1. പക്ഷേ ഇത് മറ്റേ പരട്ട ചിപ്സാ. പരട്ട ചിപ്സ് അല്ലല്ലോ, മറ്റേ അവരുടെ തെക്കൻസ്. 3 മതി. ഗൈസ്, ഞങ്ങൾ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ അജ്മിക്കാർ സദ്യ കൊണ്ടു വെച്ചേക്കുന്നു. പിന്നെ ഇതിനെ കഷ്ടപ്പെടുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ സദ്യ കൂട്ട് മേടിച്ചുകൊണ്ടിങ്ങ് പോവാണ്. കൂട്ടല്ല, സദ്യ കിറ്റായിട്ട് മേടിച്ചുകൊണ്ടിങ്ങ് പോവാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കഷ്ടപ്പെടണ്ടല്ലോ. ഞാൻ അരിഞ്ഞ് വെച്ച എൻ്റെ ഇഞ്ചിപ്പുളി സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിനകത്ത് ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പൂക്കളം ഇടാം, പൂ പറിക്കാൻ പോവാം, പൂക്കളം ഇടാം. ആക്ച്വലി ഞാൻ കുട്ടി വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഓണം റെഡിമെയ്ഡ് ഓണമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുവാണ്, അല്ലേ? ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണം റെഡിമെയ്ഡ് ഓണമാണ്. അതെ അതെ, ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ കാരണം നമ്മൾ ഇപ്രാവശ്യം റെഡിമെയ്ഡ് ഓണം. അടുത്ത വർഷം നമ്മൾ നേരത്തെ നമുക്ക് ഓഫ് എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്ത് ഓണം ആഘോഷിക്കണം. അടുത്ത വർഷം കഴിച്ചിട്ട് അജ്മിക്ക് ഒരു നല്ല റിവ്യൂ ഇടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അതെ അതെ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, റിവ്യൂ ഒക്കെ പറഞ്ഞു. ഇപ്പൊ പോലീസ് ഓക്കെയാണ്. പക്ഷെ ഞാൻ കേട്ടോണ്ടല്ലോ അജ്മിയുടെ നല്ല ഓണസദ്യയാണ്. അജ്മിയുടെ പ്രൊഡക്ട്സുകളെല്ലാം നല്ലതാണെന്നാണ് പറഞ്ഞത്. മേടിക്കുമ്പോഴാണെങ്കിലും പലപ്പോഴും മേടിക്കുമ്പോഴും അജ്മിയുടെ പ്രൊഡക്ട്സ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. അജ്മിക്കാരിത് കാണുന്നുണ്ടല്ലോ അല്ലേ? അജ്മിക്കാരിത് കാണുന്നില്ലല്ലോ. പോകുന്ന വഴി നമുക്ക് എവിടെയും പൂവൊക്കെ ഉണ്ടോ നോക്കണ്ടേ? ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ നിൽപ്പുണ്ട്. പക്ഷെ ഇവര് തരത്തില്ല. ചിലപ്പോ ചോദിച്ചാൽ കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് ചോദിക്കാനൊരു മടി. എന്ത് പറഞ്ഞ് ചോദിക്കും? കുറച്ച് പൂ പറഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ റോസ് നിൽപ്പുണ്ട്. ഇത് ആരുടെയും പ്രോപ്പർട്ടി അല്ലെന്ന് തോന്നുന്നല്ലേ? സ്റ്റാർബക്സോട് ചോദിച്ചാലോ, ചേട്ടാ ഓണോ വേണം സദ്യ, ഒരു സദ്യ തരാം, ഞങ്ങൾക്ക് ഒരു സദ്യ മിച്ചം ഉണ്ടെന്ന് പറയും.
ഇവിടെ ഞാൻ മറ്റേ കുറച്ച് വയലറ്റ് പൂ കണ്ടു വെച്ചായിരുന്നു. ആ ചെറിയ ഇല്ല അവിടെ ചെറുതുണ്ട്. ഞാൻ വരും ഇതിൽ പറിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ. സാധാരണ എല്ലാവരും രാവിലെയോ പൂക്കളം ഇടുന്നത്, ഉച്ചയാകുമ്പോൾ പൂക്കളം ഇടും. ഗതികേട് കൊണ്ടാണ്. പക്ഷെ ഇവിടെയൊക്കെ മറ്റേ വയലറ്റ് പൂക്ക് നിൽപ്പുണ്ട്. ഞാൻ ഇവിടെ എന്തായാലും വരും. എന്നോട് വരുമല്ലേ പൂ പറിക്കാൻ? നമുക്കെന്നാ ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പൂ പറിക്കാൻ വരാം. എന്നിട്ട് വന്ന് പൂവൊക്കെ പറിച്ചാൽ പൂക്കളൊക്കെ ഇട്ടിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ കുളിച്ച ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് സദ്യ കഴിക്കാം. സദ്യ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പായസം വെക്കണം. പായസം ഇതിൽ 2 കൂട്ടം പായസം ഉണ്ട്. അപ്പൊ പിന്നെ വെക്കണം. നമുക്ക് പ്രഥമ നാളെ ഉണ്ടാക്കാം. ഇതിലെല്ലാം ഉണ്ട്. 10-15 കൂട്ടം സാധനം. അയ്യോ തിരുവോണമായിട്ട് ഇന്ന് മഴയായിരിക്കും ഞാൻ പേടിച്ചിരിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. അപ്പൊ ഇന്നും പെരുമഴ ആയിരിക്കുന്ന വിചാരിച്ചു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല കാലാവസ്ഥയാട്ടോ. മാവേലിത്തമ്പനെ നീളാൽ വരട്ടെ. എനിക്കിനി കുറച്ച് റെഡ്യൂസ്ഡ് ക്ലിയർ നല്ല കുറച്ച് പൂക്കളും കൂടെ വാങ്ങിക്കണം. അതിനായിട്ടാണ് ഞങ്ങൾ ടെസ്കോയിൽ പോകുന്നത്. ടെസ്കോയിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ ഇവർ ഈ റെഡ്യൂസ്ഡിൽ പൂക്കൾ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വാടാനൊക്കെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇന്ന് എക്സ്പയർ തീരുന്ന പൂക്കളൊക്കെ അവരെടുത്ത് റെഡ്യൂസ്ഡിലിടും. ഫ്രിഡ്ജ് വെക്കണമായിരിക്കും. അപ്പം നമ്മൾ ആ പൂ പോയിട്ട് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ പൂക്കൾ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ കുറേ പുറത്തുനിന്നൊക്കെ പറിക്കും. പിന്നെ വീട്ടിൽ കുറച്ച് റോസ് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു പൂക്കളം ഇടാവേ. സാലഡിന്റെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോയാലോ? ഇലക്ക് പോയാലും കൊണ്ടുപോയി ഇടാം. ഇതൊക്കെ കൊണ്ടുപോയാലേ സെപ്പറേറ്റ് ചെയ്യണ്ടേ? ഇത് കൊണ്ടുപോയി അരിഞ്ഞിട്ടാ സെപ്പറേറ്റ് ചെയ്യണ്ടേ? വേണ്ട, അത് വേണ്ട, ഫുഡല്ലേ. പൂക്കൾ നോക്കാം വാ. ഇലകൾ ഞാനേ നമ്മുടെ മറ്റേ പാർക്കിൽ നിന്ന് എങ്ങനെ ഇലകൾ പറിക്കാം. ഇത് പൂ ഇട്ടിട്ട് കാര്യമില്ല. കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ പൂ കിട്ടണം. അതെല്ലാം നല്ല വിലയോ. 6 പൂണ്ടോ? ഓ ഇത് 10 പൂണ്ട്. കുറഞ്ഞൊന്നും ഇല്ലേടെ. മാരക കത്തിയാണല്ലോ. ഇവിടെ ഉണ്ട്. അതെ ഇത് 50 10 50. അയ്യോ 15 പൗണ്ടിൻ്റെ സാധനം 10. ഇത് നോക്കട്ടെ. ഇത് 3 പൗണ്ടുള്ളൂ. ഇത് മേടിച്ചാലോ? അതെ ഇവിടെ അത് 7 പൗണ്ട്. ഇതെത്ര? 2.80. ഇത് വേണോ? കൊണ്ടുപോവാ അല്ലേ? അതെ ഇത് കൂട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കാണിക്കാം. പക്ഷേ ഇതും കൂടെ എടുത്താലോ? 3 ഉണ്ട്. ഓണത്തിന് ഒരാൾ പൂക്കളെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇല്ല, നമ്മൾ കുറച്ച് പൂക്കൾ കിട്ടി. ബാക്കി നമ്മൾ ബാക്കി എന്നൊക്കെ പറിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പൂക്കൾ ഇടുന്നതായിരിക്കും. ഇത് ഈ കളറ് അങ്ങനെ നമുക്ക് പൂ കിട്ടത്തില്ല ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പൂ മേടിച്ചേക്കാണ്. പിന്നെ ഇത് റെഡ്യൂസ്ഡ് കിടന്നുകൊണ്ട് ഇത് വാങ്ങിച്ചത്. നമ്മൾ വേറെ പൂവായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൂക്കൾ റെഡിയാക്കാം. അയ്യോ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു അവിടെ. പക്ഷെ കൗൺസിലുകാർ തെറി പറയും. ഗൈസ് നമ്മൾ ഓണം പൂക്കളിടാനുള്ള പൂ പറിക്കാൻ ഇറങ്ങാണ്. പൂവാണ് കായാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ത് കിട്ടിയാലും ഞാൻ അത് വെച്ചിടും. പൂ കിട്ടിയാൽ പൂക്കൾ വിടും, കാ കിട്ടിയാൽ കാക്കള വിടും. അതാണ് ഇന്നത്തെ എൻ്റെ തീരുമാനം. ഞങ്ങൾ കവറൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മുടെ ഇവിടെ ഒരു പാർക്കുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് പാർക്കാണ്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പൂക്കളും കായ്ക്കളും എല്ലാം പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അയൽക്കാരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ച് അടി മേടിക്കാനുള്ള ഒരു തൻ്റെ എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ അയൽക്കാരുടെ വീട്ടിലേക്ക് പോകുന്നതല്ലായിരിക്കും. ഈ കാട്ടിലാണ് നമ്മൾ വേട്ടയിടാൻ പോകുന്നത്. ലക്ഷണം കണ്ടിട്ട് പൂവില്ല കായും ഇല്ലാന്ന് തോന്നുന്നു. പൂവിനോട് മിക്സ് ചെയ്യാൻ പറ്റും. അവിടെ കുറേയും കൂടെ ഉണ്ട്. അത് കായാണോ? ഇവിടെ മറ്റേ ലാവൻഡർ പറിച്ചാലോ? ലാവൻഡർ അല്ല, കാട്ട് ലാവൻഡർ.
വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ചെറിയ പൂക്കളല്ലേ ഇടുന്നത്. ആ എന്നാൽ അത് മതി. കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉള്ള പൂവും വീട്ടിൽ ഉള്ള പൂവും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പൂക്കളിടാൻ പോവാണ്. ഇതിൽ മാസിക പൂക്കളൊന്നും അല്ല, ചെറിയൊരു പൂക്കളിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കളിടാൻ നോക്കാം. ഇനി ഒന്നും കിട്ടിയില്ല, ഞാൻ വീട്ടിലിരിക്കുന്ന പുല്ലെല്ലാം വെട്ടിക്കൂട്ടിയാണെങ്കിലും പൂക്കളിടും. കമ്പോ ഗൈസ്, നമ്മളപ്പോൾ ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ പൂക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് പൂ കിട്ടി, പിന്നെ കുറേ കായും കിട്ടി. പിന്നെ നമ്മൾ ടെസ്കോയിൽ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂക്കളെല്ലാം കൂടെ ഒരുക്കിയെടുക്കാം. ഞാൻ തന്നെയാണ് പൂക്കളം ഒരുക്കാൻ പോകുന്നതും ഞാൻ തന്നെയാണ് പൂക്കളം ഇടാൻ പോകുന്നത്. നമുക്ക് നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ റോസ് ഇങ്ങനെ നടുക്ക് വെച്ചാലോ? സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മറ്റേ പൂക്കളത്തിന് ഡിസൈനൊന്നുമില്ല. പൂക്കളത്തിന് ഡിസൈൻ ഒന്നും കണ്ടുപിടിക്കണം. പക്ഷെ ഇതിങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും അല്ലേ? നമുക്കിത് നടുക്ക് വെക്കാവേ. അപ്പം ഞാനിത് അടർത്തുന്നില്ല. ബാക്കിയുള്ള പൂക്കൾ അടർത്താം. ഇത് കുറേ ഉണ്ട്. അയ്യോ, പച്ച കളറൊന്നും ഇല്ലല്ലോ. പച്ച കളറിന് ഇവിടെ നിന്ന് കുറച്ച് മറ്റേ ഇത് പൂവല്ലല്ലോ, ഇല പറിച്ചുകൊണ്ട് വരണം. അപ്പം ഞാൻ ഈ ഇത് അടർത്തുവാണേ. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് കോളേജിലായപ്പോൾ പിന്നെ നമ്മൾ പൂ മേടിച്ചിടാൻ തുടങ്ങി. സ്കൂളിലായിരുന്ന സമയത്ത് നമ്മൾ കണ്ട വീട്ടിൽ നിന്നുള്ള കൊങ്ങിണിപ്പൂവും ചെത്തിപ്പൂവും പിന്നെ എന്നാ വാടാമുല്ല, മുല്ലപ്പൂ, പിന്നെ വെളുത്ത ഇത് കൊണ്ട് നമ്മൾ ഉപ്പിടും. ഇല്ല തേങ്ങാപ്പീര. തലേദിവസം ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ വീട്ടുകളിൽ ചിരണ്ടുന്ന തേങ്ങയുണ്ടല്ലോ, പീര എടുത്ത് വെക്കും. എന്നിട്ട് അതിൽ കളറ് മുക്കും. ഉജാല മുക്കി നീല കളറ്. ഇവിടെ തേങ്ങാപ്പീരക്കൊക്കെ എന്ത് വില, തേങ്ങയ്ക്ക് എന്ത് വില. അപ്പൊ പിന്നെ തേങ്ങാപ്പീരൊക്കെ ഇട്ട് അത്തപ്പൂ ഇടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. കാര്യം പറഞ്ഞാൽ ക്യാബേജ് വാങ്ങിച്ചായിരുന്നെങ്കിൽ നമുക്ക് വെള്ള കളറിന് ഉപയോഗിക്കായിരുന്നു അല്ലേ? എൻ്റെ 5-6 റോസപ്പൂ ഉണ്ട്. ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം ടു ഓൾ. അപ്പം ഞങ്ങളൊരു ചെറിയ ഓണമാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ ചെറിയൊരു പൂവൊക്കെ ഞങ്ങളുടെ അപ്പുറത്തെ പാർക്കിൽ പോയി പറിച്ച് ഞങ്ങൾ ഇപ്പം ഇതളെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പൂക്കം അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വിപുലമായിട്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഇത്ര പേരെ ഉള്ളല്ലോ. പിന്നെ മാത്രമല്ല നമുക്കിന്നും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിലൊരു ചെറിയ ഓണം നമ്മളിങ്ങനെ ആഘോഷിക്കുന്നു. പിന്നെ അപ്പം നടക്കട്ടെ, ഞാനത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഞാൻ ചെയ്യട്ടെ. അപ്പം എല്ലാവർക്കും അപ്പം നമ്മൾ തന്നെ പൂക്കൾ ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാൽ പൂക്കൾ ഇടാൻ പോകുന്നത്. നമ്മൾ പൂക്കൾ ഇടുന്നത് ഇവിടെയാണ്. പൂക്കൾ വരയ്ക്കാനുള്ള കരി റെഡി ആയിട്ടുണ്ട്. ചോക്ക് കിട്ടിയില്ല, നമ്മൾ പ്രശ്നം കരി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ ഇത്ര ഭാഗത്തായിട്ട് ഒരു ചെറിയ പൂക്കൾ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അതാകുമ്പോൾ വലിയ കാറ്റും അടിക്കത്തില്ല. പിന്നെ നമ്മളെ മുറ്റം കൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. ഫസ്റ്റ് ഞാൻ ഇനി എൻ്റെതായ രീതിയിലൊരു കൂട്ട് വരയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ റോസ് വെക്കാനുള്ള വട്ടം. ഓക്കെ, പാട് പോവോ? അത് അടിച്ചു പോയി കളഞ്ഞു. ഇതങ്ങനെ നൂലുണ്ടായിരുന്നെങ്കിൽ കെട്ടി വരയ്ക്കാം. വട്ടം കറക്റ്റായിട്ട് കിട്ടിയാൽ ഇല്ലല്ലോ. അതിപ്പോൾ പൂവിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ഏകദേശം വട്ടാകുന്നുണ്ട്. ഡിസൈൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചേട്ടൻ എനിക്കറിയത്തില്ല. ഈ പൂവിന്റെ ഷേപ്പിൽ വരയ്ക്കുക. അങ്ങനെ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ക്ലോസപ്പിൽ എടുക്കൂ. ഇനി ഞാൻ പോയിട്ട് നമ്മൾ പൂക്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് 1 by 1 ആയിട്ട് ഇടാം. ഞാൻ തന്നെയാണ് പൂവ് ഇടാൻ പോകുന്നത്. ഓക്കെ,
ഇത് നമ്മുടെ ഷീഡിൽ നിന്ന് മുല്ലപ്പൂ കെട്ടാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത മുല്ലപ്പൂവാണ്. ഇതൊരു പ്രത്യേക അവസരത്തിൽ അബദ്ധം പറ്റി ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്കിതുകൊണ്ട് ഇപ്പോൾ ആവശ്യം വന്നു. ഞങ്ങൾക്ക് പൂക്കളോടെ ഉപയോഗിക്കും. നമ്മൾ നടുക്ക് വെക്കാൻ പോകുന്നത് ഈ റോസപ്പൂവാണേ. ഇത് അവിടെ അടുത്താതെ വെച്ചതാണ്. പക്ഷെ തികയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കറക്റ്റാ. ഇതിന്റെ നടക്ക് നമ്മള് ഇത് ഫില്ല് ചെയ്തിരിക്കാൻ വേണ്ടിട്ടാണേ. മറ്റേ നാട്ടിലെ കണ്ടിട്ടില്ല ഇങ്ങനെ കുന്തം പോലെ നിഴല് വീഴുന്നുണ്ടോ? അത് തന്നെ സോറി, കറക്റ്റായി പേരാ പറയുന്നത്. യെസ്, ഓണത്തപ്പൻ. ആ അപ്പനാണ് ഈ അപ്പൻ. ഇനി നമുക്ക് പൂ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മള് ഇവിടെ 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 ഒരേ കളറാണ് കൊടുക്കുന്നത്. അത് ഇതിൽ ഏറ്റവും കുറവുള്ള എല്ലാം കുറവാ. എല്ലാ ഇല കൂടെ ഇല പച്ച ഇല പച്ച ഇല കൊടുക്കാം. എടി ചെത്തി മുല്ലേ ചെമ്പരത്തി അത്തം പത്തും കൊണ്ടോരുത്തി മുറ്റത്തെത്തി പച്ചക്കെത്തി ഓണത്തിരുവോണ. ഗൈസ്, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള പൂക്കൾ വെച്ചിട്ടും കായ്ക്കൾ വെച്ചിട്ടും നമ്മുടെ പൂക്കൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്ര നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. തുമ്പയാണേ 10 മണിക്ക് അത്തമെത്തേടൊത്ത നടുക്കേ ചെത്തിയാനേ നല്ല വിധിയേ മുറ്റത്തുള്ള ഭാഗ്യവതിയേ ചെമ്പരത്തി കൊണ്ട് താഴെ. ഗൈസ്, അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും പ്രധാന സെക്ഷൻ, നമ്മുടെ ഓണസദ്യക്കുള്ള സമയമായി. ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 മണിയായി. ഞങ്ങളുടെ അത്തപ്പൂക്കളുടെയിൽ സദ്യ ഉണ്ടാക്കലും പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഈ സമയമായി. അപ്പം ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. നമുക്ക് വിളമ്പാം. ഞങ്ങൾ 3 പേരാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 ഇല ഇട്ടിട്ട്, അല്ലെങ്കിൽ 3 ഇല ഇട്ടിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അത്തരം വിളമ്പല്ലേ? അല്ല, നീ ആദ്യം ഡിഷസ് എല്ലാം വിളമ്പ്. ആദ്യം ഉപ്പല്ലേ വിളമ്പണ്ടേ? ഉപ്പ് വിളമ്പാൻ അങ്ങനെയാ? ആദ്യം ഉപ്പാ? ഉപ്പ് വിളമ്പാനില്ല. ഇനി ഉപ്പ് വിളമ്പി. അയ്യോ, നെയ്യ് വേണം. നെയ്യ് അപ്പുറത്തേക്ക്. മറ്റേ ചക്കരവറ്റി മറ്റേ സാധനം ഉപ്പേരി. ശർക്കര വരട്ടി 2 നേരത്തുള്ള ശർക്കര വരട്ടിക്ക് ദാരിദ്ര്യം. കറക്റ്റാ. ഇനി എനിക്ക് ഇഷ്ടമുള്ളത് വിളമ്പുവേ. എങ്ങനെയൊക്കെ വിളമ്പ്. എന്ത് വേണം ചെയ്തോ. പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ല 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 മുടിമേലെ മണ പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവ മിനിങ്ങിവ. പപ്പടം ഇച്ചിരി അടിക്കുക, ഇതിനകത്തിടുക, പരിപ്പെടുക്കുക. പരിപ്പിന് നെയ്യുണ്ട്. അത് നല്ല രീതിയിൽ കുഴയുക. ആദ്യം അത് മാത്രം ടേസ്റ്റ് ചെയ്യുക. പുളിയാണോ? സെറ്റ് എന്താണ് സെറ്റ്? ഓണം കഴിക്കാ, ഓണത്തിന് സദ്യ കഴിക്കുന്നത് കൊള്ളാം കേട്ടോ, നൈസാണ്. നമ്മളുണ്ടാക്കി പൊളിച്ച്. അജ്മ ഉണ്ടാക്കിയത് പൊളിച്ചെന്ന് പറ. ഒരു സമ്മതിക്കണോട്ടോ. അവിയലൊക്കെ കിണ്ണം സാധനം.
അത് സദ്യ ഉപ്പ പായസം നമ്മുടെ സദ്യ അവസാന ഘട്ടം. പായസം, പരിപ്പ് പായസവും ഗോതമ്പ് പായസം, ഗോതമ്പ് പായസം, പരിപ്പ് പായസം, ഗോതമ്പ് പായസം. ഇത് എല്ലാം സെറ്റ് അല്ലേ? ഇത് എനിക്ക് ഇവിടെ പായസം ഞാൻ ഉണ്ടാക്കിയത്. അയ്യേടാ, ഇവിടെ പരിപ്പ്, ഇവിടെ ഗോതമ്പ്. ഇവിടെ ഇച്ചിരി കളർ കുറഞ്ഞത്, കളർ കൂടിയത് പിന്നെ തരാം. മതി എനിക്ക് ഇച്ചിരി മതി. അല്ലേലും ഇച്ചിരി നോക്കട്ടെ. ആദ്യം പപ്പടം എടുക്കാം. പാപ്പടം എന്താ മറ്റേ പൊട്ടിക്കണ്ട. പപ്പടം അതിനകത്ത് വെച്ചിട്ടാണ് കുഴക്കണ്ടേ. ഞങ്ങൾക്ക് പഴത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, ഞങ്ങൾക്ക് പഴത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ അടിക്കുക. നല്ല ചൂടാണ്. അതെ, നല്ല ചൂടാണ്. ഇങ്ങനെ അടിക്കുക. കിണ്ണങ്കാറ്റ് സാധനം. അടിപൊളി. മറ്റേ നീ പായസത്തിനെ തിന്നു കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഏറ്റവും എടുക്കുന്നു. ഇനി ആരെങ്കിലും ഞാൻ കിണ്ണം കാച്ചൊന്നും എടുക്കാവോ? എങ്ങനെയാണോ അതാ അടിപൊളിയല്ലേ? നല്ല പായസം. ഇനി ഞാൻ കുറച്ച് ഗോതമ്പ് പായസം കഴിക്കാം. ഓ ചൂട്. അതെ, പരിപ്പ് പായസം കഴിക്കാൻ എൻ്റെ വയറ്റിൽ സ്ഥലമില്ല, അതുകൊണ്ട് എനിക്കുള്ള പങ്കട വെച്ചേക്കണം. മൊത്തം അങ്ങനെ കഴിക്കാതെ ആരും വിചാരിക്കൊന്നും വേണ്ട. അതാ അങ്ങനെ വേണ്ട, അഭിപ്രായങ്ങൾ പറയൂ. ഞാൻ കഴിച്ചില്ല, ചൂടാ. ഞാൻ ഇറക്കിയ പോലും ഇല്ല. അത് വെട്ടുമ്പോ തിന്നാം. എനിക്ക് അജ്മിക്കാരോട് ഒരു പരാതി ഉണ്ട്. ഇച്ചിരി വലിയ പാത്രം വെക്കണായിരുന്നു. ഇല മടക്കുന്നതിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ ഇലയുടെ ഈ ഭാഗത്താണല്ലോ കറികൾ വിളമ്പുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ സിമ്പിള്, നമ്മൾ ഈ കറിയുള്ള ഭാഗം ഇപ്പുറത്തോടെ മടക്കണം. നമ്മൾ മൊത്തം കഴിച്ച് കഴിഞ്ഞ് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കറികൾ വിടണമെങ്കിൽ നേരെ ഇപ്പുറത്തോടെ മടങ്ങണം. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഓക്കെ, ഞാൻ ഇപ്പുറത്തോട്ട് മടക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല, അപ്പുറത്തിരിക്കുന്ന മുരിക്കോലോ അതിന് വെറുതെ ഇട്ടൂടെ. എല്ലാവർക്കും എന്നെ സദ്യ ഇഷ്ടപ്പെട്ടല്ലോ. അജ്മിക്കാരോട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. നിവൃത്തിയില്ലാത്ത നാളെ ഓണം എന്ന് വിചാരിച്ചിരുന്നോണ്ടാ അപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കിയാണ്. ഇനി എല്ലാരും പാത്രമൊക്കെ ഉണ്ടാക്കി കഴിയുമോ ചേട്ടാ? ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇപ്പത്തെ പായസമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും മത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഓരോരുത്തരൊക്കെ കിറങ്ങി ഇതേ വാതൊക്കെ നിൽക്കുന്നു. ഒരുത്തൻ്റെ കൈരളം പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ അതിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രം ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പൊ ഇനി അടുത്ത ഓണത്തിന് അടുത്ത വ്ലോഗായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ.